പശ്ചിമഘട്ടത്തിലെ ശുദ്ധജല മത്സ്യങ്ങളുടെ വർഗീകരണത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ശാസ്ത്രീയ അവ്യക്തതയ്ക്ക് പരിഹാരമായി. പെരിയാർ കടുവസങ്കേതത്തിലെ അരുവികളിൽ നടത്തിയ പഠനത്തിലൂടെ പുതിയൊരു മത്സ്യയിനത്തെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. ഈച്ചത്തലക്കണ്ട ഇൻകോഗ്നിറ്റ എന്നാണ് ഈ പുതിയ സ്പീഷീസിന് പേര് നൽകിയിരിക്കുന്നത്. 1941 കണ്ടെത്തിയ മത്സ്യത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ച ഈച്ചത്തലക്കണ്ട ജനുസിൽ 4.9% മുതൽ 5.3% വരെ ജനിതക വ്യത്യാസമുള്ള പുതിയൊരു വിഭാഗത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്ത്രലോകത്തിന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാതിരുന്നതിനാലാണ് ഇൻകോഗ്നിറ്റ എന്ന പേര് ഇതിന് നൽകിയത്. പ്രശസ്തമായ സിസ്റ്റമാറ്റിക്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ജേണലിലാണ് ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചത്. കേരള സർവകലാശാലയിലെ ശ്വേതചന്ദ്ര, ഡോക്ടർ രാജീവ് രാഘവൻ, ഡോക്ടർ അഭിലാഷ് രവിമോഹനൻ, ഡോക്ടർ റാൽഫ് ബ്രിറ്റ്സ്, ഡോക്ടർ നീലേഷ് ദഹനുഗർ, റയാൻ ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. 1000 മീറ്ററിലേറെ ഉയരത്തിൽ കാണപ്പെടുന്ന ഈ മത്സ്യങ്ങൾ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളവയാണ്. പെരിയാർ കടുവസങ്കേതം 75 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ലഭിച്ച ഈ കണ്ടെത്തൽ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.